ഹായ്, ഇന്നലെ ഞാൻ 9ാം ക്ലാസ്സിലേക്ക് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇനി പഠിച്ചാൽ ഓണപരീക്ഷയ്ക്ക് ഫുൾ A+ കിട്ടുമെന്ന്. അപ്പോൾ അതിന് താഴെ കുട്ടികൾ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പറഞ്ഞൊരു പ്രശ്നമാണ്, പഠിച്ചിട്ട് ഓർമ്മയിൽ നിൽക്കുന്നില്ല സാറേ, പഠിച്ചിട്ട് മറന്നു പോവാണ്, ഞാൻ എത്ര പഠിച്ചാലും മറന്നു പോവാണ്, എങ്ങനെയാണ് അത് സോൾവ് ചെയ്യാൻ പറ്റുക? അപ്പോൾ ഞാൻ ഒരുപാട് കുട്ടികൾ ഫോളോ ചെയ്യുന്ന കുറേ കുട്ടികൾ പഠിച്ചിട്ട് മറക്കാതെ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു ടെക്നിക്ക് റിവീൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ വെൽക്കം ടു എജ്യൂപോൾ ക്ലാസ് 9 ഇസ്മി നാഫി. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആർക്കെങ്കിലും പഠിക്കുന്നത് മറന്നു പോകുന്നൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ പഠിച്ചത് ഓർത്തെടുക്കാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ലിങ്ക് എന്ത് ചെയ്യുന്ന അയച്ചു കൊടുക്കുക. പഠനത്തിന് ഈ ഒരു പ്രശ്നത്തിന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും കൂടി എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. അങ്ങനെ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ മറക്കാതെ പഠിക്കാൻ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അതിനാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 3 സ്റ്റെപ്പ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്, ജോഗ്രഫിയിലെ ചാപ്റ്റർ 1 നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഒരു ദിവസം പഠിക്കാൻ പോകുമെന്ന് വിചാരിക്കുക അല്ലേ. സെപ്റ്റംബർ 1 ഒരു എക്സാമ്പിൾ എടുക്കട്ടെ മക്കളെ. സെപ്റ്റംബർ 1 നിങ്ങൾ എന്ത് ചെയ്യുന്നു, ജോഗ്രഫിയിലെ ചാപ്റ്റർ 1 നിങ്ങൾ പഠിക്കാൻ പോവുകയാണ്. പഠിക്കാൻ പോകുമ്പോൾ ആ ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യണം, ഡിഫറെൻറ്റ് പാർട്സ് ആക്കി മാറ്റണം അല്ലേ. ഹിമാലയം, അതേപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹിമാലയ, ഫോർമേഷൻ ഓഫ് ഹിമാലയ, അല്ലെ ഹിമാലയത്തിൻ്റെ രൂപീകരണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറെൻറ്റ് പാർട്സ് ആക്കി നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ഏതൊരു സബ്ജക്റ്റ് പഠിക്കാൻ പോകുമ്പോഴും അതിന് ഡിഫറെൻറ്റ് പാർട്സ് ആക്കിയിട്ട് വിവിധ ടോപ്പിക്കുകളാക്കി ഡിവൈഡ് ചെയ്യണം. അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. ടോപ്പിക്കുകളാക്കിയിട്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ ടോപ്പിക്കും പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി പഠിക്കണം. ഈ ബയോളജി, സോഷ്യൽ, ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും എഴുതി പഠിക്കുന്നതാണ് കുറേ കൂടി നല്ലതല്ലേ. നിങ്ങളിപ്പോൾ ബയോളജി എന്താണ് പഠിക്കാൻ, എഴുതി പഠിക്കുക. സോഷ്യൽ പഠിക്കാൻ എന്ത് ചെയ്യുക, എഴുതി പഠിക്കുക. മാത്സ് ഒക്കെ പ്രോബ്ലം ചെയ്ത് പഠിക്കുക. ഫിസിക്സിലും പ്രോബ്ലം ചെയ്ത് പഠിക്കുക. അങ്ങനെ എഴുതി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കുറേ കൂടി തലയിൽ കയറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്ന കാര്യങ്ങളെ ടോപ്പിക് വൈസ് ആക്കി മാറ്റുന്നു. അങ്ങനെ ടോപ്പിക് ആക്കി മാറ്റിയതിന് ശേഷം നമ്മൾ ചെയ്യുന്ന കാര്യം എന്താടാ, അതിൽ ഓരോ പാർട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിച്ചെടുക്കുന്നു. ഇങ്ങനെ എഴുതി പഠിക്കുന്നു. അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യം വെച്ചാൽ, ഓരോ ടോപ്പിക്കും പഠിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ബ്രേക്ക് എടുക്കണം കേട്ടോ. ഒരു ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ബ്രേക്ക്, അടുത്ത ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം 10 മിനിറ്റ് ബ്രേക്ക്, അടുത്ത ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ബ്രേക്ക്. ആ രീതിയിൽ ബ്രേക്ക് എടുത്ത് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പഠിക്കാൻ. അങ്ങനെ നിങ്ങൾ എഴുതി അങ്ങനെ ബ്രേക്ക് എടുത്ത് പഠിച്ചതിന് ശേഷം സെപ്റ്റംബർ 1 നിങ്ങൾ പഠിച്ചത്. സെപ്റ്റംബർ 1 രാത്രി നിങ്ങൾ പഠിച്ചു. സെപ്റ്റംബർ 2 നിങ്ങൾ സ്കൂളിലേക്ക് പോകാമെന്ന് വിചാരിക്കുക. സ്കൂളിലേക്ക് നിങ്ങൾ നടന്നു പോകുമ്പോൾ ആ വഴിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ തലേന്ന് പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കുക. ബസ്സിൽ ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, തലേന്ന് പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കുക. ഇൻ്റർവെൽ സമയം നിങ്ങളിങ്ങനെ സ്റ്റാഫ് റൂമിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തലേന്ന് പഠിച്ച കാര്യങ്ങൾ ഓർക്കുക. ആ ഓർക്കുന്ന പരിപാടിയെ വിളിക്കുന്ന പേരാണ് എന്ത്, ആക്റ്റീവ് റീകോൾ. അപ്പോൾ നിങ്ങൾ സ്കൂളിലേക്ക് നടക്കുമ്പോൾ, സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ, ഫുഡ് കഴിക്കുമ്പോൾ, കുളിക്കുമ്പോൾ, അങ്ങനെ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുക, തലേന്ന് പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ റീകോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഈ റീകോളിങ് നിങ്ങൾ 2 ദിവസം ചെയ്യണം. സെപ്റ്റംബർ 2 സെപ്റ്റംബർ 3. അതായത് നിങ്ങൾ സെപ്റ്റംബർ 1 പഠിക്കുന്നതെങ്കിൽ അതിൻ്റെ പിറ്റേന്നും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു റീകോളിങ് നടത്തണം. 2 ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം, അടുപ്പിച്ച് റീകോൾ ചെയ്യണം. റീകോൾ ചെയ്യേണ്ട പോയാൽ വെറുതെ ഇരിക്കും. നിങ്ങൾ സ്കൂളിലേക്ക് നടക്കുമ്പോൾ, സ്കൂളിൽ തിരിച്ചു വരുമ്പോൾ, നിങ്ങൾ അമ്മയുടെ കൂടെ ബസ്സിൽ എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ, ഫുഡ് കഴിക്കുമ്പോൾ, കുളിക്കുമ്പോൾ, നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച കാര്യങ്ങൾ ഒന്ന് റീകോൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾ സെപ്റ്റംബർ 1 പഠിക്കുന്ന കാര്യങ്ങൾ 2 ദിവസം റീകോൾ ചെയ്യുന്നു. എന്നിട്ട് അടുത്ത ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം, മറ്റൊരു ടോപ്പിക്ക് പഠിക്കുകയാണ്. അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോൾ ആ പഠിക്കുന്ന ടോപ്പിക്കുകളൊക്കെ 2 ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം, റീകോൾ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ടോപ്പിക്ക് നമ്മൾ റീകോൾ ചെയ്തെന്നാ സെപ്റ്റംബർ 2, 3 നമ്മൾ റീകോൾ ചെയ്തു. എന്നിട്ട് സെപ്റ്റംബർ 10 നമ്മൾ എന്ത് ചെയ്യണം, ഈ റീകോളിങ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്പേസ്ഡ് റിപ്പീറ്റേഷൻ അല്ലേ. നിങ്ങൾ സെപ്റ്റംബർ 1 ടോപ്പിക്ക് പഠിച്ചു, അത് നിങ്ങൾ സെപ്റ്റംബർ 2 സെപ്റ്റംബർ 3 നിങ്ങൾ എന്ത് ചെയ്തു, റീകോൾ ചെയ്തു. പിന്നെ നമ്മൾ അടുത്ത ടോപ്പിക്കാണ് പഠിക്കുന്നത് അല്ലേ. പിന്നെ അടുത്ത ദിവസം എന്ത് ചെയ്യും, അടുത്ത ടോപ്പിക്ക് റീകോൾ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് റീകോൾ ചെയ്ത ടോപ്പിക്ക് പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട എപ്പോഴാണ്, സെപ്റ്റംബർ 10 സെപ്റ്റംബർ 10 എന്ത് ചെയ്യണം, നിങ്ങൾ ഈ റീകോളിങ് റിപ്പീറ്റ് ചെയ്യണം. അതേപോലെ നിങ്ങൾ അടുത്ത ദിവസം പഠിക്കുന്ന ടോപ്പിക് എന്നാ റിപ്പീറ്റ് ചെയ്യേണ്ടത്, സെപ്റ്റംബർ 11. അതായത് 1 വീക്ക് ഗ്യാപ്പിൽ, അതായത് നിങ്ങൾ റീകോൾ ചെയ്തതിന് ശേഷം 1 വീക്ക് ഗ്യാപ്പിൽ എന്ത് ചെയ്യണം, ആ റീകോളിങ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ മക്കളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മറന്നു പോകാതെ ഓർത്തെടുത്ത് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ദിവസം നിങ്ങൾ പഠിക്കുമ്പം പാർട്ടായിട്ട് പഠിക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ അടുപ്പിച്ച് 2 ദിവസം ഇങ്ങനെ ഓർത്തെടുക്കുക. ആ ഓർത്തെടുത്തതിന് ശേഷം നിങ്ങൾ അടുത്ത ടോപ്പിക്ക് പഠിക്കുന്നു. പിന്നെ ഈ ഓർത്തെടുത്ത കാര്യങ്ങൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യേണ്ട എന്താണ്, ഒരു 1 വീക്ക് കഴിഞ്ഞതിന് ശേഷം സെപ്റ്റംബർ 10 സെപ്റ്റംബർ 11 ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അതായത് നിങ്ങൾ ഫസ്റ്റ് ടോപ്പിക്ക് പഠിച്ച് റീകോൾ ചെയ്ത് ഒരാഴ്ചയ്ക്ക് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ റീകോളിങ് വീണ്ടും
റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ ഓരോ ടോപ്പിക്കും പഠിക്കുന്നു, പിറ്റേന്ന് റീകോൾ ചെയ്യുന്നു, ഒരാഴ്ചയ്ക്ക് ശേഷം ആ റീകോളിങ് റിപ്പീറ്റ് ചെയ്യുന്നു. അടുത്ത ടോപ്പിക്ക് പഠിക്കുന്നു, റീകോൾ ചെയ്യുന്നു, ഒരാഴ്ചയ്ക്ക് ശേഷം ആ റീകോളിങ് റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ മക്കളെ കുറേയൊക്കെ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ തലയിൽ നിൽക്കുന്നത് കുറേ ആളുകൾ തെളിയിച്ചതാണ്. നമ്മൾ ഒരുപാട് ക്രൂഡി ടെക്നിക്ക് പറയുമ്പോൾ ആ കുട്ടികൾ ഇത് ഫോളോ ചെയ്തപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഓർത്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, പഠിക്കുമ്പോൾ നിങ്ങൾ പാർട്ടായിട്ട് പഠിക്കുക, ആ കാര്യങ്ങൾ എഴുതി പഠിക്കുക, പഠിക്കുന്ന കാര്യങ്ങൾ പിറ്റേന്ന് എന്ത് ചെയ്യുക, റീകോൾ ചെയ്യുക. ആ റീകോളിങ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റിപ്പീറ്റും ചെയ്യട്ടോ. ഒരു 1 വീക്ക് ഗ്യാപ്പിൽ എന്ത് ചെയ്യുക, ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ ഒരു ദിവസം രാവിലെ സ്കൂളിലേക്ക് നടക്കുമ്പോൾ റീകോൾ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ആ റീകോൾ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങളുടെ തലയിൽ വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ എന്ത് ചെയ്യുക, ഒന്ന് റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ കുറേയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, മറന്നു പോകാതെ പഠിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇങ്ങനെ പഠിക്കാൻ നിങ്ങൾ റെഡിയാണോ? ഇങ്ങനെ പഠിക്കാൻ നിങ്ങൾ ഓക്കെ ആണോ മക്കളെ? സെറ്റാണോ? ജില്ലല്ലേ? യെസ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇത് ഫോളോ ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സാർ ഞാൻ ഇനി മുതൽ ഈ ഒരു രീതിയിൽ പഠിച്ചു നോക്കുന്നു, ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ. ഇനി ഈ മറന്നു പോകുന്നതല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. നമുക്ക് സോൾവ് ചെയ്യാനുള്ള മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒന്ന് പഠിച്ചു നോക്കൂല്ലേ? എനിക്കൊരു ഉറപ്പ് തരില്ല നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇനി പഠിച്ചു നോക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ പഠിച്ചു നോക്കുക, മറന്നു പോകാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർത്തെടുത്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതിലേക്കും ബൈ.